എമ്പുരാൻ വരുന്നുണ്ട്, അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ പറയാമോ? ഓ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഒന്നുകൂടെ പറയാമോ? കിട്ടിയില്ല. വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, ലാലേട്ടനെ കാണാനാണോ അതെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ കാണാൻ? ഏതാണ്? 27-ന് കേരളക്കര മൊത്തം കാത്തിരിക്കുന്ന ഒരു പടം റിലീസ് ചെയ്യുന്നുണ്ട്. മാർച്ച് 27-ന് എമ്പുരാന്റെ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയാം. എമ്പുരാൻ ഉണ്ടോന്നല്ലേ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞു പടത്തിന്? 27-ന് കേരളക്കര മൊത്തം കാത്തിരിക്കുന്ന ഒരു പടമുണ്ട് എമ്പുരാൻ. അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? എന്താ വെയിറ്റിംഗ് ആണോ? കട്ട വെയിറ്റിംഗ് ആണോ അത് കാണാനായിട്ട്? ഉറപ്പായിട്ടും അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഉറപ്പായിട്ടും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് രാജുവേട്ടന്റെ സിനിമ കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. ലാലേട്ടൻ്റെ ഈ പടം റിലീസായി കഴിയുമ്പോൾ മലയാള സിനിമ ഒരുപടി മുന്നിലോട്ടെത്തുമെന്ന് തോന്നുന്നു. അതായത് മറ്റുള്ള സ്റ്റേറ്റുകളിലെല്ലാം ചർച്ചയാവുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ഗെയിം ഓഫ് ത്രോൺസിലെ കുറേ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള വലിയൊരു സിനിമയല്ലേ. സോ നമുക്ക് നോക്കാം. എന്തായാലും എന്താ പറയുക, രാജുവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി സിനിമയിൽ എന്തായാലും ഉണ്ടാവും. സോ നമുക്ക് കാത്തിരുന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര മാർച്ച് 27-ന് കേരളക്കര മൊത്തം കാത്തിരിക്കുന്ന ഒരു പടമുണ്ട് എമ്പുരാൻ. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയാമോ? ഞാനൊക്കെ അല്ല, എല്ലാവരും പോലെ ഞാനും നല്ല എക്സ്പെക്ടേഷനിലാണ്. ലാലേട്ടൻ, പൃഥ്വിരാജ് അടക്കം. എങ്ങനെയുണ്ടായിരുന്നു മേഡം? നല്ല പടം, എല്ലാവരും തിയേറ്ററിൽ. മാർച്ച് 27-ന് കേരളക്കര മൊത്തം കാത്തിരിക്കുന്ന ഒരു പടമുണ്ട് എമ്പുരാൻ. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വല്ലതും ഉണ്ടോ? എക്സ്പെക്ടേഷൻ എന്താ, ഭയങ്കര എന്താ പറയുക, ഒരു എത്രയോ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം വരെയല്ലേ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലൂസിഫർ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. കട്ട വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ്. മാർച്ച് 27-ന് എമ്പുരാൻ റിലീസാണ്. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയാമോ? എല്ലാവരും ഹ്യൂജ് എക്സ്പെക്ടേഷനിലാണ്. എല്ലാവരും ഹ്യൂജ് എക്സ്പെക്ടേഷനിലാണ്. അപ്പോൾ ഞാനതുപോലെ തന്നെയാണ് ആസ് എൻ ഓഡിയൻസ് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്താണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് അത്രയും വലിയൊരു ഗ്രാൻഡ്യൂർ ആയിട്ടുള്ളൊരു മൂവി വരുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും അത് വിജയം കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും തന്നെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പടം കാണാതെ മനോഹരമായ എമ്പുരാന് ശേഷം ബിഗ് ബോസ് കാണുമോ? അങ്ങനെ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? സിനിമ പണ്ടേ ഉയരങ്ങളിലാടാ. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുള്ള പിറവി ഉൾപ്പെടെയുള്ള ലോക ചലച്ചിത്രമേളയിൽ അത്ഭുതം സൃഷ്ടിച്ച മലയാള സിനിമയ്ക്ക് അത്ര എത്താൻ പറ്റട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പണ്ട് പോയതിൻ്റെ അത്രയുമെങ്കിലും എത്താൻ പറ്റട്ടെ എന്നേ പറയുന്നു. പിന്നെ കൊമേഴ്സ്യലി സ്വാഭാവികമായിട്ടും വലിയ സക്സസ് ആയി മാറാൻ സാധ്യതയുള്ള ഫിലിമായിരിക്കും. ആദ്യത്തെ ദിവസം ടിക്കറ്റ് കിട്ടും. ലാലേട്ടൻ ഫാനാണ് അഖിൽ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയാമോ? എല്ലാവർക്കുള്ള എക്സ്പെക്ടേഷൻ ഭയങ്കര ഹെവി പടമായിരിക്കും, അടിപൊളിയായിരിക്കും. എൻ്റെ ക്യാരക്ടർ റിവീലിംഗ് ഒക്കെ കണ്ടായിരുന്നു കുറെ. എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ ഒരു മാർച്ച് 27-ന് എമ്പുരാൻ റിലീസാണ്. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയാം. എല്ലാവർക്കും ഉള്ള എക്സ്പെക്ടേഷൻ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ മലയാളീസ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ. എക്സൈറ്റഡ്, ഫസ്റ്റ് തന്നെ കാണാനും ശ്രമിക്കും. ഓക്കെ, എമ്പുരാൻ റിലീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയാം. നമ്മളൊക്കെ ഓൾറെഡി ഫസ്റ്റ് ഡേ ഉണ്ടാവുന്ന ടീംസ് ആയിരിക്കും എമ്പുരാൻ. അത്ര നമ്മൾ കുറേ നാളായി വെയിറ്റ് ചെയ്യുന്നൊരു നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു അടിപൊളി പടമാണല്ലോ. സോ ഉറപ്പായിട്ടും ചേട്ടാ എമ്പുരാൻ്റെ മൂവിയുടെ ഒരു എക്സ്പെക്ടേഷൻ പറയാം. എമ്പുരാൻ മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാണ്. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? അയ്യോ, അതിഭയങ്കരമായ എക്സ്പെക്ടേഷനാണ്. ലൂസിഫറിൻ്റെ സെക്കൻഡ് ഭാഗമാണ്. പ്ലസ് ഓൾ ദ ഫാന്റാസ്റ്റിക് ആക്ടേഴ്സ്. പൃഥ്വിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനാണോ അതോ ലാലേട്ടൻ്റെ ആക്ഷൻ ആയിരിക്കുമോ കൂടുതൽ കാണാൻ? രണ്ടും കൂടുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആവുക. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഫസ്റ്റ് ഡേ തന്നെയാണ്. പിന്നെ തീർച്ചയായും 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയാം. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും മാർച്ച് 27-ന് ഇറങ്ങാൻ പോകുന്ന എമ്പുരാൻ. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ, പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് കാസ്റ്റും വലിയ ടെക്നീഷ്യൻസ് ഒക്കെ ഉള്ള സിനിമ കാണാൻ. 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയാം. അയ്യോ, എമ്പുരാൻ്റെ എക്സ്പെക്ടേഷൻ എല്ലാ മലയാളികളെയും പോലെ ഞാനും ഭയങ്കരമായിട്ട്
ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ പോയി കണ്ട തിയേറ്ററിന്റെ പേര് പറഞ്ഞു. അപ്പോൾ അതുപോലെ എമ്പുരാനും ടിക്കറ്റ് കിട്ടാതെ റിലീസ് ചെയ്യുമല്ലോ അതെ 4 മണിക്ക്. അപ്പോൾ ഫസ്റ്റ് ഡേ അത് കാണും. ലൂസിഫറും കാണും, എമ്പുരാനും കാണും. എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. അടിപൊളി. ലാലേട്ടന്റെ ആക്ഷൻ ആണോ അതോ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ആണോ, ഏതാ കാണാനായിട്ട്? രണ്ടും തീർച്ചയായിട്ടും. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ നമ്മളെല്ലാവരും, രാജുവേട്ടൻ്റെ ഡയറക്ഷൻ നമ്മൾ ലൂസിഫറിൽ തന്നെ കണ്ടതാണ്. ലാലേട്ടൻ്റെ നമ്മൾ കണ്ടത് ഇതുവരെ കണ്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. ഇനി അബ്രാം ഖുറേഷിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഖുറേഷിയുടെ ചെറുപ്പകാലം അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രണവ് മോഹൻലാലാന്ന് ഒരു ചർച്ചയുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അവർ. ഒരു എന്തെങ്കിലും ഗസ്, വൈൽഡ് ഗസ് ആയിട്ട്? ഇല്ല, അത് ഗസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിലാണുള്ള ഒരു ത്രില്ല്. അത് അങ്ങനെ കാണാം. ഒരു പടം വരുന്നുണ്ട് ലൂസിഫർ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ, മോഹൻലാൽ സാറിന്റെ. അതിന് വെരി സ്മോൾ പാർട്ട് ഉണ്ട്. தெரியல இப்போ என்ன ரிവീൽ பண்ணணும்னு எனக்கும் தெரியல. സ്മോൾ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. പക്ഷേ നല്ല എക്സ്പെക്ടേഷനിലോട്ട് കാത്തിരിക്കുന്ന ഒരു ഹ്യൂജ് ഫിലിം. എല്ലാ മേഖല, എല്ലാ ഇൻഡസ്ട്രിക്കാരും നോക്കണ ഒരു മൂവിയാണ്. എന്തെങ്കിലും ഒരു മൈനർ എന്തെങ്കിലും ഒരു അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാൻസിന് വേണ്ടിയിട്ട് அதான் ஒரு சின்ன இது டீசர் கொடுத்துருக்காங்க. லுக் அவ்வளோதான் நானும் ரிவீல் பண்ண முடியும். ஓகே, பட் ஐ அம் தேர் இன் தட் ஃபிலிம். ஓகே, தேங்க் யூ ஸோ மச். தேங்க் யூ. தேங்க்ஸ்.